ഹായ് ഫ്രണ്ട്സ്, കാർത്തിയ ടാരോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒത്തിരി പേര് എനർജീസ് ഉണ്ട്. കളക്റ്റീവ് റീഡിംഗ് ആണ്. ഒത്തിരി പേര് എനർജീസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് എന്തായാലും ഫെബ്രുവരി 27 വരെ ഓഫർ ഉണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് ഇപ്പോഴത്തെ ചിന്ത, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ചിലവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പുതിയ പുതിയ ബിസിനസ് അങ്ങനെ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒത്തിരി വേദനയുണ്ട്. ചിലവരൊക്കെ അത് ഓവർകം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലോട്ടാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു അവസ്ഥ. ചിലവരുടെ പാർട്ട്നേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയിട്ട് നൈസായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ശരിക്കും നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ പേഴ്സൺ എന്താണ് കല്യാണം കഴിക്കാൻ പറയുമ്പോൾ ഈ പേഴ്സൺ ബാക്കിലോട്ട് പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നൊരവസ്ഥ. കാരണം മുങ്ങിയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ചിലവർ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പിരിമുറുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഭയങ്കര വേദന അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ് ഈ പേഴ്സൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവരും ഉണ്ടെന്നുള്ളൊരു വിചാരമാണ് ഈ പേഴ്സൺ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ ഈ പേഴ്സണ് പയ്യെ പയ്യെ അവിടെ നിന്ന് കുറച്ചൊക്കെ കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ചതിച്ചതിൻ്റെ പയ്യെ പയ്യെ കിട്ടും, അനുഭവിച്ചുകൊണ്ട് തുടങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഈ പേഴ്സൺ ആലോചിക്കുക. നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പോഴായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള താല്പര്യം. കാരണം വെച്ചാൽ ഒത്തിരി അനുഭവിച്ചിട്ട് നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ട് ചിലവരുടെ പാർട്ട്നേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ ഫിനാൻഷ്യലി നല്ല രീതിയിൽ അത്യാവശ്യം പൈസ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ പൈസയ്ക്ക് ഇപ്പോൾ യാതൊരു രീതിയിലും വലിയ പ്രശ്നങ്ങളും അങ്ങനെ ഒന്നുമില്ല. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് മുന്നോട്ടേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാലും അതൊരു ഭയങ്കര നാണക്കേടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ അറിയാം ഈ പേഴ്സൺ ചെയ്ത തെറ്റ് എന്താണെന്ന് ഈ പേഴ്സൺ അറിയാം. ചിലവരുടെ പാർട്ട്നേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഫിനാൻഷ്യലി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ആ പേഴ്സൻ്റെ ടൈം അത്ര നല്ലതല്ല. കാരണം വെച്ചാൽ ആ ടൈമും അത്രയല്ല. ചിലവരുടെ പാർട്ട്നേഴ്സ് ഫ്യൂച്ചറിൽ പോകുമ്പോഴായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓഫ് കപ്സ് ആണ്. കാരണം ഫ്യൂച്ചറിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്നുള്ളൊരു താല്പര്യം ഇല്ലാത്തൊരു രീതിയിലാണ് നിൽക്കുന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. വേണ്ട, എനിക്കൊരു പുതിയത് സ്വീകരിക്കാനും താല്പര്യമില്ല. ചിലവരുടെ റിലേഷൻഷിപ്പിലാണ് ചിലവരുടെ പാർട്ട്നേഴ്സിനാണെങ്കിൽ ഒത്തിരി മാരേജിൽ പ്രപ്പോസൽ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും താല്പര്യമില്ല. ചിലവരുടെ പാർട്ട്നേഴ്സിന് ഒത്തിരി വിഷമമുണ്ട് നിങ്ങളെ വിട്ടു പോണേന്, അങ്ങനത്തെ കാര്യത്തിലും ഒത്തിരി വിഷമമുണ്ട്. ചിലവരുടെ പാർട്ട്നേഴ്സ് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മണിപരമായിട്ടുള്ള ഹാർഡ് വർക്കൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് അവർ. കാരണം ഇപ്പോൾ ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ അത്ര നല്ലൊരു സിറ്റുവേഷൻ അല്ല. ഫാണ്ടാണ് വന്നിട്ട്. പക്ഷേ പയ്യെ പയ്യെയാണ് ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുക. കാരണം കുറച്ചൊക്കെ അനുഭവിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുക. പക്ഷെ നിങ്ങൾ എന്നാലും ക്ഷമയോട് കൂടിയാണ് നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. 9 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും. പക്ഷെ നിങ്ങളെ ഒത്തിരി ദൈവം പരീക്ഷിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാം.